നമ്മളൊന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ് ഈ മണിക്കൂറിൽ. അപ്പോൾ പരിശുദ്ധ അമ്മ വഴി വലിയ അനുഗ്രഹങ്ങൾ കർത്താവ് തരുന്ന മാസങ്ങളാണ്, ദിവസങ്ങളാണ്, വർഷങ്ങളാണ്. അമ്മേ ഹല്ലേലൂയ. ദിവ്യകാരണത്തിലും റൂമിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു പ്രത്യേകത മനസ്സിലേക്ക് എനിക്ക് കടന്നു വരികയാണ്. ഓഗസ്റ്റ് മാസത്തിൻ്റെ ഒരു പ്രത്യേകത, വലിയ ഒരു അത്ഭുതം നടന്നതിൻ്റെ ഒരു മാസം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഈ ഓഗസ്റ്റ് മാസത്തിൽ വലിയ അത്ഭുതങ്ങൾ നടന്ന ഒരു സംഭവമുണ്ട്. ഓഗസ്റ്റ് 6, 1945, ഓഗസ്റ്റ് 9, 1945 എന്ത് സംഭവിച്ചു? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ചരിത്രം പഠിക്കുന്നവർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 1945 അല്ലെങ്കിൽ 1939 മുതൽ ഞാൻ ക്ലൂ തരാം. 1939 മുതൽ 45-46 വരെ കാലഘട്ടത്തിൽ വലിയൊരു സംഭവം നമ്മുടെ ഈ ലോകം മുഴുവൻ നടന്നു. എന്തായിരിക്കും അത്? ഫാത്തിമയിലത്തെ പിന്നെ ആ കൊച്ചു കൈ ഉയർത്തിയില്ലോ. മോള് പറഞ്ഞേ എന്നതാ? ഇങ്ങോട്ട് വന്നേ ചുന്നരിക്കുട്ടി ഇങ്ങോട്ട് വാ, കേക്കട്ടെ. ഇങ്ങോട്ട് വന്നേ. നീ മുഖം ഓടിയാലൊന്നും മനസ്സിലാവില്ല. ഇങ്ങോട്ട് വാ. യെസ്, ആ മാസ്ക് ഒന്ന് ഊരിയേ. എന്നിട്ട് നീ എന്താ പറഞ്ഞേ? കിറ്റ് ഇന്ത്യ. ഓമ്മേ, കിറ്റ് ഇന്ത്യ സമരം. കൈയടച്ച് എന്നാലും അവള് മുടക്കുക. ഓക്കെ, നല്ല കേട്ടോ, മുടുക്കത്തി ചെല്ലിത്തരോ കുറവാ. എന്നാലും അവൾക്ക് ശരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് കിറ്റ് ഇന്ത്യ സമരത്തെക്കുറിച്ചൊക്കെ വന്നില്ലോ. അമ്മേ ഹല്ലേലൂയ. ഒപ്പം തന്നെ ലോകം മുഴുവൻ ശ്രദ്ധ ആകർഷിച്ച ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. ആ സംഭവം നടന്നത് ഞാൻ പറഞ്ഞു, ഞാൻ 1945 ഉദ്ദേശിച്ച് നടന്നത്. 1939 മുതൽ 45-46 വരെ ഈ പ്രക്രിയ നീണ്ടു. എന്തായിരുന്നു അത്? രണ്ടാം ലോക മഹായുദ്ധം. കൈയടിച്ച് ദൈവത്തെ കൊടുത്ത് അടുത്തിരിക്കുന്ന വ്യക്തിയുടെ അടുത്ത് കൈപിടിച്ചോണ്ട് പറയാ, ഒന്ന് കൈപിടിച്ചേ, ഞാൻ പിടിച്ചേ, ഇതൊന്നും പഠിച്ചിരിക്കുന്നത് നല്ലതാന്ന് പറയും. ഇനി 3ാം ലോകമഹായുദ്ധം ഇപ്പം നമുക്ക് വന്നിട്ടില്ല. ഉക്രൈനിലും ഇനിയിപ്പോൾ തായ്വാൻ, ചൈനയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കോർക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ചായിട്ടുണ്ട്. പക്ഷെ 3ാം ലോകയുദ്ധം വന്നിട്ടില്ല. അപ്പോൾ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് ഓഗസ്റ്റ് മാസത്തെ 6-ാം തീയതി. എന്തു സംഭവിച്ചു? ലിറ്റിൽ ബോയ്, ഫാറ്റ് മാൻ എന്ന് പറഞ്ഞാൽ പോലും മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞേ എന്നതാ? ആറ്റം ബോംബ്. കൈയടിച്ച് തോന്നുന്നത് ആറ്റം ബോംബ്. 1945 ഓഗസ്റ്റ് 6-ാം തീയതി ലിറ്റിൽ ബോയ് എന്ന ബോംബർ വിമാനം, ബോംബ് വഹിച്ചിട്ടുള്ള ബോംബർ അമേരിക്കൻ വിമാനം ജപ്പാനിലെ ആയുധ പൊട്ടിച്ച സ്ഥലത്തിന് പേരുന്ന പറ. ആയുധ പൊട്ടിച്ച സ്ഥലം നാഗസാക്കി. 2ാമത് പൊട്ടിച്ച എവിടെയാ? ഹിരോഷിമ. ഉച്ചത്ത് പറഞ്ഞ ഹല്ലേലൂയ. അത്ഭുതം. എന്തോ അത്ഭുതം സംഭവിച്ചു അവിടെ? ലിറ്റിൽ ബോയും ഫാറ്റ്മാനും പൊട്ടി തകർത്തപ്പോൾ 1,30,000 പേരാണ് സ്പോട്ടിൽ മരിച്ചത്. ഇതാണ് അത്ഭുതം. അമ്മേ ഹല്ലേലൂയ. എന്നാ പറഞ്ഞേ? 1945 ഓഗസ്റ്റ് 6 ലിറ്റിൽ ബോയും ഒപ്പം തന്നെ ഓഗസ്റ്റ് 9 ഫാറ്റ്മാനും എന്ന ബോംബ് ഈ നാഗസാക്കിയിലും ഹിരോഷിമയിലും പൊട്ടിച്ചപ്പോൾ സ്പോട്ടിൽ 1,30,000 പേര് സ്പോട്ടിൽ മരിച്ചു. പിന്നെ അതിനുശേഷം അതിന് അനന്തരമായ ഫലം കൂടി ലക്ഷക്കണക്കിന് ആൾക്കാർ പോയി. ഇതിനിടയിൽ എന്താണ് CNN വെളിപ്പെടുത്തിയ അത്ഭുത രഹസ്യം? ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ അതൊന്ന് ശരിക്കും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് വായിച്ചു തരാവേ. കുറച്ച് കുറവുകളൊക്കെ ഉണ്ട്. ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ നടന്ന ആക്രമണവും ഓഗസ്റ്റ് 9 നാഗസാക്കിയിലെ അമേരിക്ക നടത്തിയ ആക്രമണവും ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു. ഹിരോഷിമ ആക്രമണത്തിൽ ഏകദേശം സ്പോട്ടിൽ 80,000-ഉം നാഗസാക്കിയിലെ സ്പോട്ടിൽ 40,000 പേരും മരിച്ചിട്ടുണ്ട്. ഇനി 4 ജെസ്യൂട്ടുകൾ ഹിരോഷിമ ആക്രമണത്തിൽ അതിൻ്റെ ഹിരോഷിമയുടെ സമീപത്തായിരുന്നു 4 ജെസ്യൂട്ട് വൈദികരെ താമസിച്ചിരുന്നത്. ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ ജെസ്യൂട്ട് വൈദികരുടെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ
ഫാത്തിമയുടെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ 4 വൈദികര്. അതായത് പരിശുദ്ധ ജപമാല. അമ്മേ ഹല്ലേലൂയ. അതായത് അമ്മ പറയാണ്, മക്കളെ നിങ്ങൾ ജപമാലയുടെ പ്രാർത്ഥന അത് മുറുകെ പിടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട്, ജപമാല വലിയൊരു ആയുധമാണ്. അതുകൊണ്ട് ജപമാലയുടെ ഭക്തി പ്രചരിപ്പിക്കുന്നതിനുപരി ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കി ഈ 4 ജെസ്യൂട്ട് വൈദികരെ എപ്പോഴും എന്ത് ചെയ്തിരുന്നു? ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ആ ജെസ്യൂട്ട് വൈദികരുടെ പേര് ഹുഗോ ലസാൽ, ഹ്യൂബർട്ട് ഷിഫർ, വിൽഹം ക്ലിൻസോർച്ച്, ഹൂബർട്ട് സ്ലീക്കിംഗ് എന്നിവർ ബോംബ് സ്ഫോടനത്തെ ചെറുത്തുനിന്ന് ചുരുക്കം ചില കെട്ടിടങ്ങളൊന്നായ അവർ ലേഡി ഓഫ് അസംഷൻ പള്ളിയുടെ റെക്ടറിൽ അവിടെ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. ആമേ ഹല്ലേലൂയ. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോകം മുഴുവൻ ഞെട്ടിത്തിരിച്ച ആദ്യത്തെ ആ ബോംബിൻ്റെ സ്ഫോടനത്തിലെ 80,000 പേർ ചുട്ട് കൊല്ലപ്പെടുമ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ അണുശക്തിയാൽ, അതിൻ്റെ പല ശക്തിയാൽ പല വിധത്തിലും മരിച്ചു വീഴുമ്പോഴും ഇവരെന്നാ ചെയ്തെന്ന് പറഞ്ഞാൽ അവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ആമേ ഹല്ലേലൂയ. ഉച്ചത്തിൽ നിന്ന് പറഞ്ഞ ഹല്ലേലൂയ. പിന്നീട് പറയാണ്, തകർന്ന ജാലകളിൽ നിന്നും അവർക്ക് ചെറിയ പരിക്കുകൾ മാത്രമേ പറ്റിയിരുന്നുള്ളൂ. ഫാദർ സ്ലിക്ക് തൻ്റെ ഡയറിയിൽ പിന്നീട് എഴുതി, എന്നാൽ ആറ്റോമിക് എനർജിയിൽ നിന്നും ഒന്നും തന്നെ അവർക്ക് സംഭവിച്ചില്ല എന്നാണ് അവർ സാക്ഷ്യപ്പെടുത്തിയത്. പിന്നീട് അവരെ പരിചരിച്ച ഡോക്ടർമാർ അവർക്ക് ലഭിക്കുന്ന റേഡിയേഷൻ ഗുരുതര ക്ഷതങ്ങൾ ഉണ്ടാക്കുമെന്നും രോഗത്തിൽ നിന്നും അകാല മരണത്തിൽ കാരണമാണെന്നും മുന്നറിയിപ്പ് നൽകി. അമ്മേ ഹല്ലേലൂയ. അപ്പോൾ ഡോക്ടർമാർ പറയാണ്, ഇപ്പോൾ അവർ രക്ഷപ്പെട്ടോട്ടെ, പക്ഷേ റേഡിയേഷനിലൂടെ ഇവരുടെ ശരീരത്തെ ഏറ്റെടുത്തിരിക്കുന്ന റേഡിയേഷൻ കിരണങ്ങൾ, അതിലൂടെ ഏത് സമയം 4 പേരും മരിക്കും എന്ന് പറഞ്ഞു. ഒന്ന് കൈയടിച്ച് ദൈവത്തെ മതപ്പെടുത്തിയേ, കൈയടിക്കേ ദൈവത്തിൻ്റെ ശക്തിയോടെ. ഹല്ലേലൂയ. ഉച്ചത് പറഞ്ഞ ഹല്ലേലൂയ. 1976 ഫാദർ ഷിഫർ, അതായത് ഒരു പേര് ഞാൻ പറഞ്ഞു, ഹൂബർട്ട് ഷിഫർ, അതിൻ്റെ ഷോർട്ടാണ് പറയുന്നത് ഷിഫർ, ഫിലാഡൽഫിയയിൽ നടന്ന യൂക്കറിസ്റ്റ് കോൺഫറൻസിൽ പങ്കെടുത്ത് തൻ്റെ കഥ പറഞ്ഞു. പറയാണ്, മറ്റ് ഈശോ സഭക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും അസുഖങ്ങളൊന്നും ഇല്ലാതെ അദ്ദേഹം സ്ഥിരീകരിക്കുകയാണ്. അപ്പോൾ ആ 4 പേരിൽ ഒരാളായ ഷിഫറും ഒപ്പം തന്നെ മറ്റ് 3 വൈദികരും, ഇത് 4 പേർക്കും 1945 ഓഗസ്റ്റ് 6 ബോംബ് പൊട്ടെങ്കിൽ 1976 അവർ പറയുകയാണ്, എന്താ സംഭവിക്കണേ? അവർക്ക് ഒരു രോഗവും ഒന്നും തന്നെ സംഭവിച്ചില്ല. ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈപിടിച്ചെന്ന് പറയും, ഇതാണ് നമ്മുടെ അമ്മ, ഇതാണ് നമ്മുടെ അമ്മ. അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ, അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ഉള്ളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ കാരണം വെറുമൊരു ജപമാലയല്ല. ഞാൻ എൻ്റെ സ്ഥിരം പോക്കറ്റിൽ ഉപയോഗിക്കുന്ന ഇത് ഞാൻ അവിടെ വെച്ചു. എന്നാലും കഴുത്തിൽ 25 വർഷമായിട്ട് കിടക്കുന്ന ഒരു മാലയാണ്. ഞാൻ പുറത്തേക്ക് എടുക്കാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഒരെണ്ണെടുത്തോ. ഇത് എൻ്റെ ജീവിതത്തിൽ 25 വർഷമായിട്ട് ഞാൻ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ധ്യാനം കൂടിയപ്പോൾ അന്നത് നൂലിൽ കെട്ടിയതായിരുന്നു. ഇപ്പം ഞാൻ വെള്ളിക്കൊണ്ട് കെട്ടിയത്, മനസ്സിലായ? അപ്പോൾ ഞാൻ നവീകരണത്തിൽ വന്നിട്ട് 18-19 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിന് മുന്നേ ഒരു ധ്യാനം കൂടിയപ്പോൾ അന്ന് കഴുത്തിലിട്ട ജപമാലയാണ്. ഇത് ഞാൻ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തേക്ക് എടുക്കാറുള്ളൂ. അമ്മേ ഹല്ലേലൂയ. ഈ മുന്നിലേക്ക് ചിലപ്പോൾ ചില വ്യക്തികൾ കടന്നു വരും. അപ്പോൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മല ഇട്ടിട്ട് ഇത് ഒന്ന് എടുത്ത് അവർക്ക് വേണ്ടി ചിലപ്പോൾ പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം എടുക്കുന്ന ഈ ജപമാലയാണ്. ഇപ്പോൾ എന്താണാവോ ഇപ്പം നിങ്ങളുടെ മുന്നിൽ പുറത്തേക്ക് എടുക്കേണ്ടി വന്നു. ഒന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ശക്തി എന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിലെന്ന് പറഞ്ഞ ഹല്ലേലൂയ. സർവശക്തിയോടെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അതിനുശേഷം പറയാണ്, അവരുടെ ശരീരത്തിൽ റേഡിയേഷൻ്റെ ഒരു തുമ്പും കണ്ടെത്താതെ തുടർന്നുള്ള വർഷങ്ങളിൽ അവരെ ഡസൻ കണക്കിന് ഡോക്ടർമാർ പരിശോധിച്ചു. ഹല്ലേലൂയ. ഇത് വലിയൊരു അത്ഭുതമല്ലേ? നോക്കി, ബോംബ് പൊട്ടിയ സ്ഥലത്ത് 4 പേര് മാത്രം പൂർണ്ണ ആരോഗ്യത്തോടെ
ജീവിക്കുകയാണ് ചെയ്യുന്നത്. അവർ പറയുന്നത് ഞങ്ങൾ ജപമാല പ്രാർത്ഥിച്ചിരുന്നത് മാത്രമല്ലോ, പക്ഷെ ഇത്ര വർഷമായിട്ട് അവിടെ ജീവിതത്തിലേക്ക് ഒരു രോഗമില്ല. അപ്പോൾ ഡോക്ടർമാർക്ക്, ജപ്പാനിലെ ഡോക്ടർമാർക്കും അല്ലെങ്കിൽ ലോകത്തിലെ പല ഡോക്ടർമാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവരെന്ത് ചെയ്തു? മാറി 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 ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളൊക്കെ അടയാളങ്ങളൊക്കെ പ്രശ്നമെന്ന് പറഞ്ഞു നടക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഒന്നോർക്കെ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് വ്യക്തികളിലേക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ട്. നമ്മൾ വ്യക്തി കേന്ദ്രിതമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറിച്ച് എൻ്റെ വിശ്വാസത്താൽ, സഭയുടെ വിശ്വാസത്താൽ, വചനത്തിൻ്റെ ശക്തിയാൽ, യോഹന്നാന്റെ സുവിശേഷം 15:3 അവിടുത്തെ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി മാറുന്നു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ, അഭിഷേകത്താൽ ഒരുപാട് വ്യക്തികൾക്ക് ഹാർട്ട് രോഗങ്ങൾ മാറുന്നു, ക്യാൻസർ രോഗങ്ങൾ മാറുന്നു, മക്കളില്ലാത്തവർ മക്കൾ ലഭിക്കുന്നു. ഹല്ലേലൂയ. പക്ഷെ അമ്മ പറയാണ്, അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല പ്രാർത്ഥിച്ച്, ഇത് ജപമാല ഭക്തി, ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ഈ ജപമാലയെ കുറിച്ചിട്ട് നമ്മുടെ സ്വന്തം ഒരു ചാനലിലുണ്ട്, ജൈനീസ് മീഡിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജൈനീസ് മീഡിയയിൽ ഈ ജപമാലയെ കുറിച്ച് ഞാനൊരു ടോക്ക് ഇട്ടിട്ടുണ്ട്. അത് ഏകദേശം 4,15,000 പേര് കണ്ടതാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ ജപമാലയുടെ ശക്തി എന്താണെന്ന് അതിൽ ശരിക്കും വിവരിക്കുന്നത്. അതിൻ്റെ ചെറു ഭാഗം ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരാം. ഇതിൽ പറയുകയാണ്, ഈ 200-ലധികം ഡോക്ടർമാർ മാറി 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 പരിശോധിച്ചിട്ടും ഇവരിലല്ലേ ഒരു രോഗം കണ്ടെത്താൻ പറ്റില്ല. അതിനുശേഷം പറയാണ്, ഞങ്ങൾ ഫാത്തിമയുടെ സന്ദേശത്തിൽ ജീവിക്കുകയായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ജപമാല പ്രാർത്ഥിച്ചു. അവർ വിശുദ്ധീകരിച്ചു. പുതിയ ആയുധങ്ങൾ കൊണ്ടല്ല, മറിച്ച് ലോകത്തിൻ്റെ വളർച്ചയിലും വികസന രാജ്യത്തിലെ പ്രത്യേകിച്ച് വിധത്തിൽ ചരിത്രമഹത്തായ എല്ലാം ജപ്പാന് സമാധാനത്തിന് സംഭാവന നൽകാൻ കഴിയുമെന്ന് ബിഷപ്പ് ഇസോവ കിക്കുച്ചി ഓഗസ്റ്റ് 6 പറയാണ്. ഓർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശക്തിയോടെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജപമാല ചൊല്ലുമ്പോൾ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ടോ? അത് നടന്നിട്ടുള്ളവരൊന്ന് കൈ ഉയർത്തി. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ സംരക്ഷണം കിട്ടിയിട്ടുണ്ടോ? ഒരാളെയിലും ഉണ്ടെന്ന് പറഞ്ഞ് ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ നവീകരണത്തിന് മുമ്പും നവീകരണത്തിന് ശേഷവും ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് ജപമാലയിലൂടെ. ഈ ജപമാല എന്ന് പറയുന്നത് ഒരു സാധാരണ വെറുതെ ഒരു മണിയൊന്നുമല്ല. ഈ ജപമാലയിലൂടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ലോകത്ത്. ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണേ, വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ, അപ്പോൾ ചിലരുടെ മനസ്സിലേക്ക് ചോദ്യമായി, അതിനേക്കാൾ വലുതാണോ പോയത്? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വിശുദ്ധ കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ ധ്യാനിക്കാൻ, ജനനം മുതൽ ഉത്ഥാനം വരെ ധ്യാനിക്കാൻ ഉള്ള ഏറ്റവും വലിയ ഉപകരണമാണ് ഈ ജപമാല. അത് അനുഭവിച്ച് അറിഞ്ഞോൻ പിന്നെ ഒരിക്കലും ജപമാല വിടൂല. ഇല്ലെങ്കിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഒരാഴ്ച ചെല്ലും, അത് കഴിഞ്ഞ് നിർത്തും, 2 ആഴ്ച ചെല്ലും, നിർത്തും. പക്ഷെ ഇതൊക്കെ നമ്മൾ അനുഭവിച്ച് അറിയണം. ശരിക്കുവാണെങ്കിൽ അനുഭവിച്ച് അറിഞ്ഞാലാണ് ഈ ജപമാലയുടെ ശക്തി തിരിച്ചറിയാം. ഒരു 12 വർഷങ്ങൾക്ക് മുമ്പ് മുംബൈയിൽ ധ്യാനം കഴിഞ്ഞ് ഞങ്ങൾ എത്തിയ നാട്ടിലേക്ക്. അപ്പോഴാണ് മലപ്പുറത്ത് ഒരു ധ്യാനം നടക്കുക. മലപ്പുറത്ത് ധ്യാനം നടക്കുമ്പോൾ അത് പകൽ സമയം കൗൺസിലിംഗ് നടക്കുക. ആ കൗൺസിലിംഗ് നടക്കുന്ന സമയത്ത് രാത്രിയിൽ കൺവെൻഷൻ നടക്കുകയാണ്. ഒരു ചെറിയ കൊച്ച് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ കടന്നു വന്നു. അവളെ അമ്മ വേറെ അടുത്തേക്കാണ് പോയത്. എനിക്ക് തോന്നുന്നത് അവൾ 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുന്നൊരു കൊച്ചാണ്. ആ കൊച്ച് വന്ന് എൻ്റെ അടുത്ത് ബെഞ്ചും ഡെസ്കിലാണേ, ഒരു ക്ലാസ് റൂമിൽ വെച്ചിട്ടാണ്. അപ്പം ഞാൻ ബെഞ്ചിലിരിക്കുന്നു, ഒരു ഡെസ്ക് ഉണ്ട്, അതിൻ്റെ അപ്പുറത്ത് വേറെ ബെഞ്ചിൽ ഈ കുട്ടി ഓപ്പോസിറ്റ് നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, അങ്കിളെ വിളിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ ചോദിച്ചു. ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്കിളെ, ഞാനൊരു ദിവസം 4 കൊന്ത ചെല്ലുന്ന ആളാണ്. ഞാൻ എത്ര കൊന്ത? 4 കൊന്ത ചെല്ലുന്ന ആളാണ്. അതായത് അങ്കിളെ സമ്പൂർണ്ണ കൊന്ത ചെല്ലുന്ന ആളാണ്. അങ്കിളിന് സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അമ്മ പ്രതിരിപ്പുണ്ട്, അമ്മ എടുത്ത് ചോദിച്ചു നോക്ക്. ഞാൻ അത് 4 ജപമാല ചൊല്ലാതെ ഞാൻ ഉറങ്ങാറില്ല. അത്രയും
എനിക്ക് ജപമാലയും പരിശുദ്ധ അമ്മയും തമ്മിലുള്ള വലിയ ബന്ധം എനിക്ക്. ഞാൻ ചോദിച്ചു എന്താ മോൾക്ക് പറ്റിയപ്പോ? പക്ഷെ എന്നിരുന്നാലും അമ്മ എന്നോട് കുറച്ച് പിണക്കാൻ തോന്നുന്നു. ചേച്ചി എന്നാ പറ്റി? അങ്കിള് നോക്കിയൊക്കെ എനിക്ക് സോഡാ ഗ്ലാസ് പോലെ കണ്ണാടി ഞാൻ വെച്ചിട്ടുള്ളത്. ഈ ഗ്ലാസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് റീഡിങ്ങിന് പറ്റില്ല. ഞാൻ കുറെ പ്രാർത്ഥിച്ചു. പക്ഷെ അമ്മ എന്തോ ഉത്തരം തരാത്തെന്ന് മനസ്സിലാവുന്നില്ല. അങ്കിളും അമ്മയായിട്ട് വലിയ ബന്ധമല്ലേ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ ഞാനും അമ്മയായിട്ട് വലിയ ബന്ധത്തിലിരിക്കണമെന്ന് പറഞ്ഞു. അന്ന് അങ്കിളെ ഒന്നിപ്പോൾ പറയൂ എൻ്റെ ഈ കണ്ണട ഒന്ന് എടുത്ത് മാറ്റാൻ. എനിക്ക് ആ ചെറിയ കുട്ടിയുടെ ആ സംസാരം കേട്ടപ്പോൾ ശരിക്കും വളരെ എന്താ പറയുക ഭയങ്കര ഒരു ഹാപ്പി തോന്നി. മാത്രമല്ല ആ കൊച്ച് 4 കൊന്ത ചെല്ലുന്നു പറഞ്ഞപ്പോൾ എനിക്ക് കൊന്ത ചെല്ലുന്ന പറഞ്ഞ വലിയ ഇഷ്ടമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. റാഫേൽ തട്ടി പിതാവ് പറയുന്ന പോലെ കൊന്ത ചെല്ലുന്നവർ വലിയ ഇഷ്ടമാണ്. കൊന്ത ചെല്ലുന്ന കുടുംബങ്ങളും കൊന്ത ചെല്ലുന്ന വ്യക്തികളും നശിച്ചു പോകില്ല. എൻ്റെ ഈ 18 വർഷത്തെ 19ാമതിലേക്ക് പ്രവേശിക്കാൻ പോവാ. നവീന അനുഭവത്തിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലും ഞാൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ധ്യാനിപ്പിച്ചു, ഇന്ത്യക്ക് പുറത്തും ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ കണ്ടെത്തിയുള്ള പല കുടുംബങ്ങളും പല തകർച്ചയും അതിന് പിന്നാലെ പോകുമ്പോൾ ഒരു കൊന്ത പോലും അവർക്ക് ചൊല്ലാൻ നേരം കിട്ടാത്ത മക്കളാണ്. അപ്പം അതുകൊണ്ട് ജപമാല ചൊല്ലുന്ന കുടുംബങ്ങൾ തകരിലാന്ന് എനിക്ക് വ്യക്തിപരമായ ഉറപ്പുണ്ട്. എൻ്റെ കുടുംബത്തിലും ആ ഉറപ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പൊന്നമ്മ അതിരാവിലെ എഴുന്നേറ്റ് തുടങ്ങുന്ന ഇപ്പോൾ ഏകദേശം 78-79 വയസ്സുള്ള അമ്മ അതിരാവിലെ എഴുന്നേറ്റ് ചൊല്ലുന്ന ആ കൊന്ത പിന്നെ രാത്രിയുടെ യാമങ്ങൾ വരെ ചൊല്ലിക്കൊണ്ടിരിക്കുക എൻ്റെ അമ്മ. ഇന്നലെയും തുടങ്ങിയതല്ല. ഈ അമ്മേനെ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുള്ളൊരു കാലഘട്ടമുണ്ട്. കാരണം ഈ അമ്മയ്ക്ക് എപ്പോഴും പ്രാർത്ഥനയുള്ളൂ. പ്രാർത്ഥന മാത്രമല്ല കുടുംബത്തിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെന്ന് പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ 4 പേരുണ്ട്. ജാൻസി, ജാൻസൺ, ജോയ്സി, ചേച്ചി, ചേട്ടൻ, ഞാൻ, അനിയത്തി കന്യാശ്രീ. ഞാൻ ഇപ്പോൾ വചന ശുശ്രൂഷയിലേക്ക് കടന്നു. ചേട്ടനും ചേച്ചിയും കല്യാണം കഴിഞ്ഞ് പോയി. പക്ഷെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മക്കളൊക്കെ ഇപ്പോൾ ഈ കാലഘട്ടം നാളത്തെ അവസ്ഥ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഈ നിമിഷം വരെ പിടിച്ച് നിന്നുണ്ട്. ഒന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ അമ്മ ഉരുട്ടുന്ന അന്നും ഇന്നും ഇപ്പോഴും പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂ ഉരുട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഉരുളിലുള്ള ഈ നമ്മ നിറഞ്ഞ മറിയുമെങ്കിൽ അതിൻ്റെ ശക്തിയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ആയിരിക്കുന്നത്. എൻ്റെ ഭാര്യയായാലും ജപമാല ഒരുപാട് ചൊല്ലുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ 4 ഞാൻ എല്ലായിടത്തും പറയും മിനിമം 4 പൂർത്തിയാക്കിക്കോളൂ എന്ന് പറയും. അതായത് സമ്പൂർണ്ണ ജപമാല നിങ്ങൾ വ്യക്തിപരമായ ജീവിതത്തിൽ പൂർത്തിയാക്കിക്കോളൂ. 24 മണിക്കൂർ സമയം കിട്ടുമ്പോൾ 4 പൂർത്തിയാക്കണം എന്ന് പറയും. എന്നവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം ഞാൻ പെൺകുട്ടിയുടെ ഞാൻ പറഞ്ഞു മോളെ ഇന്ന് വൈകിട്ട് കൺവെൻഷനൊക്കെ വരുന്നില്ലേ? കൺവെൻഷനൊക്കെ ഞാൻ വരാം, അങ്ങള് ഈ പറഞ്ഞ കാര്യം ചോദിക്കേ. അപ്പം നിനക്ക് വിശ്വാസമില്ലടെ ചോദിച്ചു. എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ, എന്നാലും ചെറു പേടി എങ്ങാനും പ്രാർത്ഥിച്ച മാതാവും ഇവിടെ തൊട്ടടുത്തേക്ക് വന്നാലാ അല്ലേ? പെട്ടെന്ന് മാതാവ് പ്രത്യക്ഷപ്പെട്ട മാലാക്കന്മാരും മുടമില്ല പ്രത്യക്ഷപ്പെട്ട നമുക്ക് ഭയങ്കര പേടി വന്നാല. ഇനി ഞങ്ങൾ ആദ്യം നമുക്ക് കുറച്ച് നന്മ നിറഞ്ഞ മറിയുമ്പോൾ ചെല്ലാന്നതല്ലേ. എന്നിട്ട് പറഞ്ഞു മോളെ നീ ആ അമ്മേനൊന്ന് വിളിച്ചേ, എനിക്കും അമ്മേനെ കണ്ട് കുറേ നാളെ, നീ ഒന്ന് വിളിച്ചേ, ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അങ്കിളെ ഞാൻ വിളിക്കൂട്ടാ, നീ വിളിക്കടേ. നീ 4 കൊന്ത ചെല്ലുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവും ചെല്ലുന്നുണ്ടെങ്കിൽ, മുടങ്ങാതെ ചെല്ലുന്നുണ്ടെങ്കിൽ ഈ അമ്മ, ഈ പരിശുദ്ധ അമ്മ ഇപ്പോൾ നീ വിളിച്ചാൽ ഇപ്പോൾ വരും, വിളിപ്പുറത്തുണ്ടാവുന്നു. അപ്പോൾ അവള് പറയണ അമ്മേ, പരിശുദ്ധ അമ്മേ, 4 കൊന്ത ചെല്ലുന്നുണ്ടിട്ട് ഞാൻ ജാമ്യമല്ല, ഒന്ന് വരും ഇവിടേക്ക്. ആ കൊച്ചിൻ്റെ എന്ത് രസം പറയുമ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു. പെട്ടെന്ന് അവിടെ മുഴുവൻ ഒരു സുഗന്ധം
വ്യാപിക്കുക. മലപ്പുറത്തെ സ്കൂളിൽ മീൻസ് ആ ക്ലാസ് റൂമിൽ ഒരു മുല്ലപ്പൂവിൻ്റെ സുഗന്ധം വ്യാപിക്കാൻ തുടങ്ങി. ഈ പെൺകുട്ടി എന്നാ ചെയ്തെന്നറിയോ? ആദ്യം ഇങ്ങനെ കാണിച്ചു. ഈ പെൺകുട്ടി ബെഞ്ചിൽ നിന്ന് താഴേക്ക് ഇറങ്ങി. മോളെ എങ്ങടാ? ഞാൻ ഇപ്പോൾ വരാം. അവള് ചെയ്യുന്നതെന്ന് വെച്ചോ, ക്ലാസ്സിൻ്റെ റൂമിൻ്റെ പുറത്തേക്ക് വന്നു. അപ്പോൾ കുറച്ച് പേര് കൗൺസിലിങ്ങിന് ഇരിക്കുന്നുണ്ട്. അവരെന്നൊക്കെ നോക്കി തിരിച്ച് വന്നു. എന്നിട്ട് പറയാ, അങ്കിളെ ഞാൻ ആരെങ്കിലും മുല്ലപ്പൂ വെച്ചിട്ട് നോക്കാൻ പോയതാ. ഒന്നവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അല്ലെങ്കിൽ ആരെങ്കിലും സുഗന്ധം അടിച്ചു പോവാ. ഒന്നുമില്ല, ഇത് എന്തിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു മണം ചോദിച്ചു. പൊന്നു മോളെ, ഉദ്ദേശിച്ച നീ ആഗ്രഹിച്ച നമ്മുടെ അമ്മ, നിന്റെ അമ്മ ഇതാ നിന്റെ തൊട്ടടുത്ത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അയ്യോ, പെൺകുട്ടിയെ സമയത്ത് അവിടെ കാണിച്ച കുട്ടി അംഗങ്ങൾ കാണണം. ശരിക്കും ആണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടുണ്ട്. അതിനുശേഷം അവൾ പറയാണ്, അമ്മേ ഈ കണ്ണടന്ന് മാറ്റി തരുമോ? നമ്മുടെ വിശ്വാസമല്ല ശരിക്കും ആണെങ്കിൽ, ആ കൊച്ചിൻ്റെ വിശ്വാസം ഞാൻ കണ്ടത്. റിയലി എനിക്കിത് കുറച്ച് നാളായി ഞാൻ മറന്നു കിടക്കുകയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് ഈ സന്ദർഭം ഓർമ്മ വരെ എനിക്ക് വന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ മണം പോയി. അങ്കിളെ മാതാവ് പോയി തോന്നുന്നു, മണം കാണില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, ആ കണ്ണട ഗ്ലാസ് ഒന്ന് ഊരി വെച്ചേ, എന്നിട്ട് തിരിയാൻ പറഞ്ഞു. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യേ, ഈ കണ്ണട വെച്ചാലും നിനക്ക് ബോർഡിൽ വായിക്കാൻ പറ്റുള്ളൂ, അതെ, ഇനി അത് ഊരി വെച്ച് നോക്കാൻ പറഞ്ഞു. അവൾ ഊരി വെച്ചു. നോക്കിയപ്പോൾ അവള് കണ്ണടയില്ലാതെ വായിച്ചു. കൈയടിച്ച് പരിശുദ്ധ അമ്മ വഴി ഞാൻ ഈ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വചനം എനിക്ക് കാണിച്ചത് ഇങ്ങനെയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. അപ്പം എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം ആരെങ്കിലും പറയണം? യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദല മറിയവും നിൽപ്പുണ്ടായിരുന്നു. 26 മുതലേ യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ഒന്ന് കൈയടിച്ച് കൊടുത്തിയേ. ഞാൻ ശരിക്കും ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഒരുപാട് നമ്മൾ വായിക്കാറുള്ളതാണെങ്കിലും ഈ ഗ്രൂപ്പിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ വെളിപ്പെടുത്തിയ ഒരു വചനാണ്, അപ്പോൾ മുതൽ അവൻ അമ്മയെ സ്വന്തം ഭവനത്തിലേക്ക് സ്വീകരിച്ചു. എൻ്റെ ദൈവമക്കളെ, ഈ അമ്മയെ സ്വന്തം ഭവനത്തിലേക്ക്, സ്വന്തം ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ അവിടെ അഭിഷേകം നിറയാണ് ചെയ്യുന്നത്. അത് ശരിക്കും റിയലായിട്ട് നമ്മൾ അനുഭവിച്ചറിയണം. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ചകളിൽ ജാഗരണ പ്രാർത്ഥനകൾ നടത്താറുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച പ്രാർത്ഥന ഒരു ദിവസമുള്ള വിഷയം ഇങ്ങനെയായിരുന്നു. നമ്മുടെ ശിഷ്യന്മാർ എന്താ പറയുക, വളരെ ദാഹത്തോടുകൂടി കർത്താവിനൊപ്പമൊക്കെ നടന്നു. അവസാനം യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു ഭൂമിയിൽ എത്ര നാളുണ്ടായിരുന്നു? പറയാൻ പറ്റുമോ? ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ഭൂമിയിൽ എത്ര നാളുണ്ടായിരുന്നു? അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈ പിടിച്ചെന്ന് പറയാം, 40 ദിവസം. മറന്നു പോരെന്ന് പറയും, 40 ദിവസം കേട്ടോ. ഈ 40 ദിവസം യേശുക്രിസ്തു എന്താ ചെയ്തത്? ആരാ പറഞ്ഞപ്പോ? ഇയാളാണ് പറഞ്ഞപ്പോ ശിഷ്യന്മാരെ 40 ദിവസത്തോളം ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആര്? ഇതിനിടയ്ക്ക് അവിടെയും ഉയർത്തെഴുന്നേറ്റ് അത്ഭുതം ഒക്കെ കാണിച്ചാലും അല്ലെങ്കിൽ മീൻ അങ്ങനെ പല കേസൊക്കെ ഉണ്ടെങ്കിലും ഈ 40 ദിവസം അത് നമ്മൾ അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ, അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഈ 40 ദിവസം ശിഷ്യന്മാരോടൊപ്പം
കർത്താവ് പഠിപ്പിച്ചു കൊടുത്തു. ഓടി വന്നൊരു ധ്യാനം കൂടുമ്പോഴേക്കും വചനം പ്രഘോഷിക്കുകയല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കിടക്കണേ, മനസ്സിലായ? കുറച്ച് നമ്മൾ ഒരുക്കണം, പ്രാർത്ഥിക്കണം. ഇവര് ഒരുപാട് അത്ഭുതങ്ങൾ കണ്ടവരും അത്ഭുതം ചെയ്തവരവർ, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് പോലും കർത്താവ് 40 ദിവസം പ്രാർത്ഥിച്ചു. അതിനുശേഷം കർത്താവ് അവസാനം പറഞ്ഞു കൊടുത്തു, നിങ്ങൾ ഈ 40 ദിവസം പഠനം കഴിഞ്ഞു, ഇനി ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ജെറുസലേം വിട്ട് പോകരുത്. കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിന് വേണ്ടി ഒരുങ്ങണം. ആ പരിശുദ്ധാത്മാവ് വേണ്ടി ഒരുക്കാൻ ഒരു പെന്തകസ്ത ഒരുക്കത്തിൽ അവരുടെ ഒപ്പം ഉണ്ടായ ആളാരായിരുന്നു? ആരായിരുന്നു? പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നതിൻ്റെ ലക്ഷണം ഒന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തു ഉണ്ടായത് തന്നെയാണ്, അല്ലേ? പക്ഷെ യേശു ക്രിസ്തു പുറത്തേക്ക് വരുന്നതിനേക്കാൾ മുമ്പ് ഈ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവർത്തനം ചെയ്യേണ്ടത്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? എലിസബത്തിനെ സന്ദർശിക്കാൻ പോയപ്പോൾ സമുദ്ര നിരപ്പിൽ നിന്നും 2100 അടി പൊക്കത്തിൽ സ്ഥിതി ചെയ്യുന്ന യൂദ മലഞ്ചെരുവിലേക്ക് ഏകദേശം 145ഓളം കിലോമീറ്റർ ദൂരം തൻ്റെ ഇളയമയായ എലിസബത്ത് ഗർഭിണിയാണെന്ന് വാർത്ത കേട്ടപ്പോൾ അവളെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി 14-15 വയസ്സുള്ള ഈ പെൺകുട്ടി പോയി ചെന്നപ്പോൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, പരിശുദ്ധ അമ്മ എലിസബത്തിന് എന്ത് ചെയ്തു? അഭിവാദം ചെയ്തു. അപ്പോഴാണ് എലിസബത്തിൽ എന്തെന്ന് പറഞ്ഞ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ്. എലിസബത്തിൽ മാത്രമല്ല, ആരിൽ നിറഞ്ഞു? ആ ശിശുവിൻ്റെ പേര് പറയാൻ പറ്റുമോ? സ്നാപക യോഹന്നാനും അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് നിറഞ്ഞു. ആരിലൂടെ? പരിശുദ്ധ അമ്മയിലൂടെ. ഇത് കത്തോലിക്ക വിശ്വാസികൾ പറയുന്നതല്ല, അല്ലെങ്കിൽ മറ്റുള്ള വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏത് വിശ്വാസിക്കും വായിച്ചാൽ കാണേണ്ട ഏറ്റവും വലിയൊരു സത്യമാണ് ഈ കണ്ടത്. അതുകൊണ്ട് തന്നെ സഭയുടെ തുടക്കത്തിലെ ശിഷ്യന്മാരുടെ അടുത്ത് പറയുകയാണ്, ഈ 40 ദിവസം പഠനം കൊടുത്തതിന് ശേഷം സ്വർഗത്തിൽ നിന്നും കർത്താവ് കൊടുക്കുന്ന പരിശുദ്ധാത്മാവ് അഭിഷേകത്താൽ നിറയാൻ വേണ്ടി എന്തു ചെയ്തു? പരിശുദ്ധ അമ്മയും അവരെ കൂടെ ചേർത്ത് വിട്ടു. ഒന്ന് കൈയടിച്ച് ബന്ധപ്പെടുത്തിയേ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈവിടരുതെന്ന് പറയാ, അമ്മയെ കൈവിടരുതെന്ന് പറയാ. അമ്മയെ ലോകം കണ്ട ഏറ്റവും വലിയ ആ കാലഘട്ടത്തിലെ 1945 കാലഘട്ടത്തിലെ കണ്ട ഏറ്റവും വലിയ ഫാറ്റ് മാൻ അല്ലെങ്കിൽ ലിറ്റിൽ ബോയ് എന്ന അണു ആയുധം, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന അണു ആയുധം മുമ്പിൽ പൊട്ടിച്ചിട്ട് പോയിട്ടും അതിൻ്റെ അണു ആയുധത്തിൻ്റെ ഒരു കിരണം പോലും ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ജെസ്യൂട്ട് ഫാദേഴ്സിൻ്റെ ശരീരത്ത് വർഷങ്ങളോളം അവർ നടന്നിട്ട് പോലും ഏറ്റിട്ടില്ലെങ്കിൽ ആ ജപമാലയുടെ പരിശുദ്ധ അമ്മയുടെ ശക്തി, അഭിഷേകം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്.